സൽമാനെ നീ ആ സാമേട്ടനെ വിളിച്ചു നോക്കി. ഇറങ്ങിയാവോ? ഞാൻ വിളിച്ചിട്ടാണ് എടുക്കുന്നില്ല. ഞാൻ വിളിച്ചിരുന്നു ജോബേട്ടാ, സാമേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. ജിത്തുവിന്റെ ഓർമ്മ ദിവസം സാമേട്ടനെ പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമുണ്ടോ? ജിത്തു പോയാൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച സാമേട്ടനല്ലേ. 3 ആഴ്ച എടുത്തു പുള്ളിക്കാരനൊന്ന് റൂമിൽ നിന്ന് ഇറങ്ങാൻ. നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട പുള്ളിയൊന്ന് തിരിച്ചു കൊണ്ടുവന്നത്. അത് ശരിയാ. എങ്ങനെ ഉണ്ടായിരുന്ന ഗ്യാങ്ങായിരുന്നു നമ്മുടേത്. അവൻ പോയതോടുകൂടി എല്ലാം തരിപ്പണമായി. സാമേട്ടാ, എന്നാ നമുക്ക് പോയാലോ? പോണ വഴിക്ക് ജിത്തുവിന്റെ വീട്ടിൽ കൂടി ഒന്ന് കയറാം. അവന്റെ അച്ഛനും അമ്മേനൊക്കെ കണ്ടിട്ട് കുറെ ആയില്ലേ. അവൻ പോയതിനു ശേഷം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോ വർഷം 1 ആയില്ലേ. അത് പിന്നെ നമ്മളെ കണ്ടിട്ട് അവർക്ക് വിഷമാകണ്ട എന്ന് വിചാരിച്ചല്ലേ നമ്മൾ പോകാത്തത്. പിന്നെ അവനില്ലാത്ത വീട്ടിലേക്ക് നമ്മൾ എങ്ങനെ പോകും? അതും ശരിയാണ്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കട്ടെ. ഞാനങ്ങ് എത്തിക്കോളാം. വാ നമുക്ക് പോവാം. സാമേട്ടൻ എത്തിക്കോളും. ഇനി പുള്ളിയുടെ അടുത്ത് കൂടുതലൊന്നും ചോദിക്കണ്ട. ജിത്തു, നിനക്ക് സുഖമാണോടാ? നിനക്ക് സുഖമാണോടാ ജിത്തു? നിനക്ക് സുഖമാണോടാ ജിത്തു? ഒരു സഹോദരനെ പോലെ കൂടെ കൊണ്ടു നടന്നിട്ട് എന്റെ പെങ്ങളെ നിനക്ക് പ്രേമിക്കണമല്ലേ? കല്യാണം കഴിക്കണമല്ലേ? എന്ത് യോഗ്യത നിനക്കുള്ളത് അവളെ പോലെ ഒരു കുട്ടിയെ മോഹിക്കാൻ? പണമോ പദവിയോ അതോ ജാതിയോ? എല്ലാം അറിഞ്ഞിട്ട് ഞാൻ മിണ്ടായിരുന്നത് നിന്നെ ഒതുക്കത്തിലൊന്ന് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു. ആ പോയന്മാരെ കൊണ്ട് നിന്നെ ഇവിടെ എത്തിച്ചത് എന്റെ പ്ലാൻ ആയിരുന്നടാ. വിനോദയാത്രാ സംഘത്തിലെ യുവാവിന് ടൈഗർ ഹിൽസിൽ നിന്നും വീണ് ദാരുണാന്ത്യം. പാലേരി സ്വദേശി ജിത്തു 26 മരണപ്പെട്ടത്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അന്ന് രാത്രി ഞാൻ സുഖമായി ഉറങ്ങി. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല സാമേട്ടാ. എന്തിനായിരുന്നു സാമേട്ട എന്നെ പറയുന്നത് തള്ളിയിട്ടത്? നിങ്ങളുടെ ചതി അത് ഇന്നൊരു വേദനയാണ് എനിക്ക്. മലഞ്ചിരകളുടെ ഊർന്നിറങ്ങിയപ്പോഴും തല ഏതോ ഒരു കല്ലിൽ അടിച്ചു തകർന്നപ്പോഴും തോന്നാത്ത വേദന. നിങ്ങൾക്ക് ആ വേദന അനുഭവിക്കണ്ടേ? വാ, എന്റെ ലോകത്തേക്ക് വാ. വാ. വേണ്ട വേണ്ട, അടുത്ത പറയുന്നത് കൊല്ലാൻ വേണ്ട. വേണ്ട.